ലോക്സഭയിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ദേശാഭിമാനി അവഗണിച്ചതിനെ ന്യായീകരിച്ച് കെ.ടി. ജലീൽ എം.എൽ.എ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ച ആളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ വാർത്തയാണ് ദേശാഭിമാനി കൊടുക്കാതിരുന്നത്. RSS എന്ന വാക്ക് രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ എവിടെയെങ്കിലും ഉപയോഗിച്ചോ എന്നും കെ.ടി. ജലീൽ നിയമസഭയിൽ ചോദിച്ചു. രാഹുൽ ഹിന്ദുക്കളെ അപമാനിച്ചു എന്ന BJP ആരോപണമാണ് ദേശാഭിമാനി വാർത്തയായി കൊടുത്തതെന്ന് PC വിഷ്ണുനാഥ് പറഞ്ഞു. സമ്മേളനത്തിൽ പരസ്യമായി ചോദിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ദേശാഭിമാനി 1-ാം പേജിൽ കൊടുത്തില്ല എന്നാണ് ശ്രീ ബഹുമാനപ്പെട്ട അംഗം വിഷ്ണുനാഥ് ഇവിടെ പറഞ്ഞത്. സാർ, എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഹിന്ദുത്വത്തിനെതിരായിട്ട് സംസാരിച്ചു, ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചു എന്ന് കമ്മ്യൂണിസ്റ്റ് പത്രമായിട്ടുള്ള ദേശാഭിമാനി കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഏറ്റവും വലിയ തലക്കെട്ട് എന്ന് പറയുന്നത്. മറ്റു പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തലക്കെട്ടാവില്ല. ഞാൻ ബഹുമാന്യനായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മുഴുവൻ ചന്ദ്രികയിൽ വന്നത് വായിച്ചു നോക്കി സാർ. ഈ പ്രസംഗത്തിൽ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധി RSS എന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ ഇന്നലെ പാർലമെന്റിൽ നടന്ന ഒരു വാർത്തയെക്കുറിച്ച്, ഒരു പ്രസംഗത്തെക്കുറിച്ച് വാർത്തയില്ല സാർ. സാർ സിദ്ദിഖ് അകത്ത പേജില് സാർ, അകത്ത പേജിലുണ്ട് സാർ, അകത്ത പേജിലുണ്ട്. എന്താ വാർത്ത? രാഹുൽ ഹിന്ദുക്കളെ അവഹേളിച്ചെന്ന് BJP ദേശാഭിമാനി അകത്ത പേജിലുണ്ട് സാർ. ഇതേ വാർത്ത ഹിന്ദുക്കൾ ആക്രമികൾ രാഹുൽ ജന്മഭൂമി. സാർ, ജന്മഭൂമി ഒരു കാര്യം ചെയ്തു, ഒരു മര്യാദ കാണിച്ചു സാർ. ജന്മഭൂമിയുടെ ഫ്രണ്ട് പേജിൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന വാർത്ത കൊടുത്തപ്പോൾ അവർ രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രം വെച്ചു. ദേശാഭിമാനി അതിനുപോലും തയ്യാറായില്ല സാർ. സൈഫ് ചേരുന്നു. സൈഫ്, വിഷയത്തിൽ എന്ത് നടന്നു സഭയിൽ? ജലബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നത് ദേശാഭിമാനി പത്രത്തിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയായിരുന്നു. അത് ഇവർ രണ്ടുപേരും പറയുന്നു എന്നതിനൊപ്പം തന്നെ മറ്റ് നേതാക്കന്മാരും സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഷാർപ്പായി സംസാരിച്ചത് രണ്ട് നേതാക്കന്മാര് ആണ്. ആദ്യം ഇപ്പോൾ നമ്മൾ കേട്ട പോലെ PC വിശ്വനാഥാണ് ആ വിമർശനം ഉന്നയിക്കുന്നത്. അതിന് മറുപടി എന്നോണമാണ് കെ.ടി. ജലീലിന്റെ മറ്റു ചില വാചകങ്ങൾ നമ്മൾ കേട്ടത്. അദ്ദേഹത്തിന്റെ കേൾക്കാത്ത കുറെ ഭാഗങ്ങൾ കൂടി ഉണ്ട്. CA എന്നൊരു വാക്ക് രാഹുൽ ഗാന്ധി എവിടെങ്കിലും ഉപയോഗിച്ചോ? ഇന്ത്യയിൽ ഒരു വിഭാഗം ഒരുപാട് വേദനിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടില്ല. പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചോ? ഇതൊന്നും വലിയ വിഷയമായി രാഹുൽ ഗാന്ധിക്ക് തോന്നുന്നില്ല. രാജ്യത്തൊരു വലിയ ജനവിഭാഗത്തിന്റെ ആശങ്കകൾ എന്തുകൊണ്ട് മിണ്ടിയില്ല എന്ന ചോദ്യം പ്രതിപക്ഷത്തിന് മുന്നിലേക്ക് കെ.ടി. ജലീൽ വെക്കുകയായിരുന്നു. അതിനുശേഷം സംസാരിച്ച AP അനിൽകുമാർ അതിന് മറുപടി പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി RSSനെതിരെ സംഘപരിവാറിനെതിരെ സംസാരിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് MP സ്ഥാനം നഷ്ടമായത്. അദ്ദേഹം ഇന്നലെ നടന്ന പ്രസംഗത്തിലുടനീളം സംഘപരിവാറിനെയും BJPയും നേരിടുന്നത് നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്ന തരത്തിലുള്ള ന്യായവാദങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇന്ന് ധനബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഏറ്റവും ഹോട്ടായ സബ്ജക്റ്റായി നമുക്ക് കാണാൻ കഴിഞ്ഞത് ദേശാഭിമാനി ഈ പത്രത്തിലെ രാഹുൽ ഗാന്ധിയുടെ വാർത്തയില്ലാത്തതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയായിരുന്നു. ശരി സൈഫ്.